ഇരിക്കി നിങ്ങളുടെ ടെസ്റ്റ് പേപ്പർ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടുപേർക്ക് നല്ല മാർക്കാണ് 100. എന്താ ദൈവമേ, അതെന്റെ പേപ്പറാണ് മിസ്സേ. അതെന്റെ ഫോട്ടോ തരാമോ? അവിടെ പോയി സംസാരം. ആദ്യം പേപ്പർ വേണമെന്നുള്ള ആളൊന്നും ചിന്തിച്ച് ഞാൻ റീപ്രൊഡക്ഷൻ എന്താന്ന് ചോദിച്ചു. എഴുതി വെച്ചേക്കുന്നത് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷനാണ് റീപ്രൊഡക്ഷൻ. എന്നാ പിടിച്ചോ. 13 100 13 ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും 13.5. ഓ കിട്ടണമല്ലേ മോനെ? നന്നായി എക്സാം എഴുതിയിട്ടുണ്ട് കേട്ടോ. 100ൽ 5 മാർക്ക്. ഇവിടെ ഞാൻ പഠിപ്പില്ലേ, അപ്പൊ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. സംസാരം ഒന്നുമില്ല ടീച്ചർ. 13ഉം 5ഉം ഒക്കെ മേടിക്കാനാണോ സ്കൂളിൽ വരുന്നത്? ഇതിനും ഭേദം വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു. എന്തിനാ വരുന്നേ? ഞാൻ ലീവ് എടുത്താൽ മതിയായിരുന്നല്ലേ. പിന്നെ ലീവ് എടുത്താൽ മതിയായിരുന്നു കേട്ടോ. ലീവ് എടുത്താൽ മതി. എടിക്കണോ? എനിക്ക് പണിഷ്മെന്റ് എടിക്കണോ? ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു പറയണോ? തെളിയണോ? ഇല്ല, ഞാൻ ടി.സി. വെച്ചു. ഓടാ എനിക്കെന്ത്? നീ ഏറ്റവും ക്ലാസ്സിലെ ലോവസ്റ്റ് മാർക്കാണ് വെച്ചിരുന്നത്. അപ്പൊ ഇവരെന്ത് മേടിച്ച്? അത് എനിക്കറിയുള്ള 2 കൂടെ കോപ്പി അടിച്ചിട്ട് 2 കൂടെ കോപ്പി അടിച്ചത്. എന്ത് ആൻസർ? അവൻ എനിക്ക് കാണിച്ചൊന്നും കാണിച്ചിട്ടില്ല. അവൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി അറിയാം. ഞാൻ അവനെ കാണിച്ചു കൊടുത്തില്ല. ആൻസർ എന്തിന്? കയ്യിൽ ക്ലിപ്പോർഡ് ഇരിക്കുന്നത്. അവിടെ ക്ലിപ്പോർഡ് ആണോ അറിയോ? ഇതേ പണി കിട്ടുള്ളൂ എനിക്കറിയാം. ആൻസർ കൂടുതൽ മസിൽ കാണുന്നില്ല. അവിടെ ഇരിക്കണോ? തന്നോട് ഇരിക്കാൻ പറഞ്ഞോ? എനിക്കണോ? 105 മാർക്ക് മേടിച്ചോട്ട് വരാനാണോ താങ്കൾ വരുന്നത്? പിന്നല്ലാതെ ആണോ? തന്നോടൊന്നും ചോദിച്ചില്ല. പിന്നെ എന്തിനാ സ്കൂളിൽ വരുന്നത്? ഒരു ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്, സയൻസ് സ്കൂളിൽ പഠിച്ചപ്പോ എത്ര മാർക്കാണ് അന്ന് പറഞ്ഞു തന്നെയാണ്? 13 മാർക്കിൽ 100 എനിക്ക് എപ്പം കിട്ടിയിട്ടുണ്ട്. അതല്ലാണ്ട് പണ്ട് 1ാം ക്ലാസ്സിലൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ എനിക്ക് ഫുൾ മാർക്കായിരുന്നു എല്ലാത്തിനും. എന്നോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞോ? താൻ 5 മാർക്ക് മേടിക്കാനാണോ ക്ലാസ്സിൽ വരുന്നത്? പിന്നല്ലാതെ പിന്നെ എക്സാം എഴുതാനല്ലേ ക്ലാസ്സിൽ വരുന്നത്. എക്സാം എഴുതാൻ 10 ദിവസം പഠിക്കാൻ 5 മാർക്ക് വരില്ല. എന്താ ടീച്ചർ പണ്ട് ഇത് വെച്ച് എന്തുവാ റീപ്രൊഡക്ഷന്? ഇതുപോലെ തന്നെ. അത് നിനക്കറിയാവോ? നീ എന്നെ കണക്ക് മാസോ വല്ല മാസമായിരുന്നു അല്ലല്ലേ? അവിടെ ഇരി. ടെസ്റ്റ് പേപ്പർ കട്ടെടുത്തായിരുന്നു. നിന്നോട് ആരാ പറഞ്ഞേ? തന്നോട്ടിരിക്കാൻ തനിക്ക് ടെസ്റ്റ് പേപ്പർ കട്ടെടുക്കുന്നതാണോ ജോലി? തർക്കുത്തരം പറയായിരുന്നു. നോട്ടെടുത്തേ. പുതിയ ചാപ്റ്റർ പഠിച്ചില്ലേ? അത് തീർന്നില്ല. അപ്പം നമുക്ക് നോട്ട് എഴുതാം. എല്ലാവരും എടുത്തേ. എന്താ നോട്ട് എടുക്ക. നോട്ടിൽ ഞാൻ ഹാൻഡ് റൈറ്റിംഗ് ആണ്. നോട്ട് എടുത്ത എല്ലാവരും എല്ലാവരും നോട്ട് കൊണ്ടുവന്നു. നോട്ട് കൊണ്ടുവന്നാലും എണ്ണിച്ചേ. എന്താണോ സ്കൂളിലോട്ട് വരുന്നത്? സയൻസ് ഇതിനകത്താണല്ലോ എഴുതുന്നത്. ബാക്ക് പേജിൽ മാത്സ്, ഇടയ്ക്കത്തെ പേജിൽ ഇംഗ്ലീഷ്. ഈ ബാഗിൽ പിന്നെ എന്തോ ഉണ്ട്. ലഞ്ച് എടുക്കാൻ പറഞ്ഞായിരുന്നു രണ്ടുപേരും. പറഞ്ഞില്ല. അത് ടീച്ചറിൽ ലഞ്ച് എടുക്കാൻ പറഞ്ഞു. ഉണ്ടല്ലോ അവിടെ ഇരിക്കും. റഫ് നോട്ടിൽ എഴുതിക്കാൻ പറ്റില്ല. എനിക്ക് ഇംഗ്ലീഷ് നോട്ടുണ്ട്. ഗുഡൊന്നും വേണ്ട. ഓക്കെ അത് ഞാൻ റഫ് നോട്ട് എടുക്കാൻ മാത്സ് എഴുതി വെച്ചു.
Chandu was a clever thief who became dash. Test paper ആണ് പെട്ടെന്നോടെ എനിക്ക് മനസ്സിലായില്ല. Chandu was a clever thief who became dash. A good man. അവിടെ എഴുതി എന്നിട്ട് ഞാൻ ഓക്കെ Okay. The bird told Chandu the telegram. First question answer ആരൊക്കെ എഴുതി കഴിഞ്ഞു? ഞാൻ. Good. എഴുതി കഴിഞ്ഞോ? The bird told Chandu that telegram was carrying dash. ഇവിടെ ആൻസർ പറഞ്ഞു. ഞാൻ നോട്ട് കൊണ്ടുവന്നു. ടിങ് 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 ടിങ്. ഇംഗ്ലീഷ് ടീച്ചറും കണക്ക് ടീച്ചറും തമ്മിൽ വ്യത്യാസം അറിഞ്ഞു കേട്ടോ. നല്ല കുട്ടി തന്നെ. ഞാൻ അടുത്ത ദിവസം എടുത്തോളാം. ടീച്ചറെ പോ, 11 മണിയായി. എല്ലാവരും വീട്ടിൽ പോക്കോ. നിങ്ങൾ എന്തിനാ സ്പെഷ്യൽ ക്ലാസ്സിന് വരുന്നത്? വെറുതെ മാർക്കും കുറഞ്ഞുണ്ട്. അയ്യോ അതിന് മാത്രം ഒരു കുറവുണ്ട്.